നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടനടി തന്നെ പുറത്തു വരണം. ഒരു കാരണവശാലും അത് ഒരു നിമിഷം പോലും വൈകാൻ പാടുള്ളതല്ല. പറഞ്ഞത് മറ്റാരുമല്ല, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ പുറത്തു വരേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. കമ്മിറ്റിയുടെ ശുപാർശകൾ സിനിമാ മേഖലയിലെ നവീകരണത്തിന് ഉതകുന്ന രീതിയിലായി മാറേണ്ടതുണ്ട്. അതുകൂടാതെ ഇനി വരുന്ന തലമുറയ്ക്ക് നിർഭയമായി തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാനും ഇത് പ്രയോജനപ്പെടും. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ റിപ്പോർട്ടിനെക്കുറിച്ച് പഠിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കുമെന്നാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് നടനും MLAയുമായ M. മുകേഷും രംഗത്തെത്തിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ലെന്നാണ് മുകേഷ് അഭിപ്രായപ്പെട്ടത്. ഒരു നടൻ എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും മുകേഷും സുരേഷ് ഗോപിയും ഇതിന്റെ അനിവാര്യത തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഹേമ കമ്മിറ്റിയോട് താൻ 4 മണിക്കൂർ സംസാരിച്ചെന്നും മറ്റുള്ളവർ എന്ത് പറഞ്ഞെന്നറിയില്ല എന്നുമാണ് മുകേഷ് പറയുന്നത്. സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലെയും സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണമെന്നാണ് മുകേഷ് പറയുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തു വരുമായിരുന്നു. പക്ഷേ അതിൽ വീണ്ടും ഒരു തടസ്സം നേരിട്ടു. നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് റിപ്പോർട്ട് പുറത്തുവിടുന്ന തീയതി സർക്കാരിന് നീട്ടിവെക്കേണ്ടി വന്നത്. ഹേമ കമ്മിറ്റിക്ക് താൻ മൊഴി നൽകിയിരുന്നുവെന്നും അത് എപ്രകാരമാണ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നതെന്ന് അറിയാനുള്ള അവകാശം തനിക്കുണ്ടെന്നുമാണ് രഞ്ജിനി പറയുന്നത്. റിപ്പോർട്ടിലുള്ള തന്റെ മൊഴിപ്പകർപ്പ് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാമെന്നായിരുന്നു രഞ്ജിനി ആവശ്യപ്പെട്ടത്. ഹർജിയിൽ നാളെയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വാദം. ഇതിനുശേഷമായിരിക്കും റിപ്പോർട്ട് പുറത്തുവിടുന്ന പുതിയ തീയതിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. തിങ്കളാഴ്ച കോടതിയിൽ കേസ് പരിഗണിച്ച് അതിനുശേഷം തുടർ തീരുമാനമെടുക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അറിയിച്ചിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമപ്രവർത്തകർക്കാണ് ഈ അറിയിപ്പ് കിട്ടിയത്. നേരത്തെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിനെ തുടർന്ന് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സ്റ്റേ ഉണ്ടായിരുന്നു. ഹർജിയിൽ വാദം പൂർത്തിയായ ശേഷം സജിമോന്റെ വാദം തള്ളിയതിനെ തുടർന്നാണ് സ്റ്റേ നീങ്ങി റിപ്പോർട്ട് പുറത്തുവിടാനുള്ള സാഹചര്യമുണ്ടായത്. പക്ഷേ അതിന് പിന്നാലെയാണ് നടി രഞ്ജിനിയുടെ നീക്കവും നടന്നത്. സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായിട്ടുള്ള വിവരങ്ങൾ ഒഴിവാക്കി 233 പേജുള്ള റിപ്പോർട്ട് കൈമാറാനാണ് നീക്കം. 49-ാം പേജിലെ ചില വിവരങ്ങളും 81 മുതൽ 100 പേജ് വരെയുള്ള 165 മുതൽ 196 വരെയുള്ള ഭാഗങ്ങളും ഇതനുസരിച്ച് ഒഴിവാക്കും. അനുബന്ധവും പുറത്തു വിടില്ല എന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്.